രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു, നിങ്ങളെല്ലാം വന്ന് ND ആവും, ഞങ്ങൾ കൊടുക്കാമെന്നുള്ളതാണ്. ഇത്ര ലജ്ജാകരമായ, ഇത്ര നാണം കെട്ട സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കേന്ദ്ര നേതൃത്വവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലർ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് കേരളം കടക്കണിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വളരെ തെറ്റായ ചില പ്രചാരണം നടത്തുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ വലിയ കടമുണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. ആ ബുദ്ധികളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതൊരു നുണപ്രചാരണമാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുത്താൽ കേരളം ഇന്ത്യയിൽ 17ഓ 18ാമത്തെയോ സ്ഥാനത്താണ് എന്ന വസ്തുത അവർ മറന്നു പോകുന്നു. കേരളം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പൊതുകടത്തിന്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരു സംസ്ഥാനമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവ ഞാൻ പറയുന്നതല്ല, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും, ഇത്രയേറെ ചേർത്ത് പിടിച്ചിട്ടും, ഇത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടും, കേന്ദ്രം ഒരു രൂപ പോലും തരാതിരുന്നിട്ടും നമുക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. എങ്ങനെ സ്ഥാപിച്ചു? കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉത്തരം പറഞ്ഞു. നമ്മള് കഴിഞ്ഞ 5 വർഷക്കാലത്തുള്ളിൽ മാത്രം 1,27,747 കോടി രൂപ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു, അധികമായിട്ട് തനത് വരുമാനത്തിലൂടെ. അങ്ങനെ അഭിമാനകരമായി നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇവന്റെ ഒന്നും ഔദാര്യമില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന സ്ഥിതിയുണ്ടായി. അതുകൊണ്ട് ഖജനാവ് ഖാലിയാണ്, പൂച്ച പെറ്റ് കിടക്കുന്നു എന്നെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചിലർ ഉന്നയിക്കുമ്പോൾ ഇപ്പൊ കുറഞ്ഞു വന്നു. അത് അവനൊരർത്ഥവുമില്ല എന്നുള്ളതാണ്. നമ്മുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ പ്രവർത്തനങ്ങളും കുറേയധികം നടത്തുന്നതിനാവശ്യമായ വിഭവശേഷി നമുക്കുണ്ട് എന്നതാണ്. അതോടൊപ്പം പക്ഷേ കേന്ദ്രത്തിന്റെ സഹായം എന്ന് പറയുന്നത് ഒരു ഔദാര്യമല്ല, നമുക്ക് കിട്ടേണ്ട പണമാണ്. ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഞാനും നിങ്ങളും നികുതി കൊടുക്കുമ്പോൾ കേന്ദ്രത്തിന് കിട്ടുന്ന പണമുണ്ട്. അവന്റെ ഒരു ചെറിയ വിഹിതം ഇങ്ങോട്ട് വരണമെന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒരു ഔദാര്യവും വേണ്ട. ന്യായമായ ചില അവകാശങ്ങൾ നമുക്കുണ്ട്, മലയാളിക്കുണ്ട്. ആ അവകാശങ്ങൾ കിട്ടണം എന്നുള്ളതാണ്. അവനോട് നിഷേധിക്കുന്നു. ഏറ്റവും അവസാനം കേന്ദ്ര ബജറ്റ് വന്നപ്പോ കേന്ദ്ര ബജറ്റ് ഒരു ആമ ബജറ്റായി മാറി എന്ന് നിങ്ങൾക്കറിയാം. ഒന്നും കിട്ടിയില്ലല്ലോ. ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കാലാണ്, വലിയ ഹൈപ്പ് ഉണ്ടാക്കിയല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു, പ്രധാനമന്ത്രി വന്നിറങ്ങുന്നു, BJP-ക്കാർ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു. ഒരു എയിംസ് എങ്കിലും തരുന്നതിന് സാധിച്ചോ എന്നുള്ളതാണ്. എന്നിട്ടും ഇതിന്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്, ലജ്ജ തോന്നുന്നത്, തന്നില്ല എന്നത് പോട്ടെ, എന്നിട്ട് ഇവരുടെ നൊടിച്ചലും ന്യായീകരണവുമാണ്. സാമാന്യ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന് ഇതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു, നിങ്ങളെല്ലാം വന്ന് ND ആവും, ഞങ്ങൾ കൊടുക്കാമെന്നുള്ളതാണ്. ഇത്ര ലജ്ജാകരമായ, ഇത്ര നാണം കെട്ട സമീപനം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കേന്ദ്ര നേതൃത്വവും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്രയേറെ പ്രയാസകരമായ സാഹചര്യങ്ങളിലും LDF അഭിമാനകരമായിട്ട് മുന്നോട്ട് പോകുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ അതിന്റെ ബോധ്യമുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി കുറെ കൂടി മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് LDF സന്നദ്ധമാണ് എന്ന് ഞങ്ങൾ എവിടെയും പ്രഖ്യാപിച്ചു. LDF അല്ലാതെ മറ്റെന്താണ് എന്നതിനെ കുറിച്ച് കേരളത്തിന് ആലോചിക്കാൻ പോലും സാധിക്കുകയില്ല.